അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഷമ്മാസ് ഷോപ്പിൽ നിന്നിറങ്ങി. അവന് എന്തെന്നറിയില്ല. ഉമ്മയോട് എന്ത് പറയണം എന്നൊന്നും അവനൊരു പിടുത്തം കിട്ടുന്നില്ല. പടച്ച റബ്ബേ, ജ്യേഷ്ഠൻ പറഞ്ഞ കാര്യം അത് എന്താണാവോ? പടച്ച റബ്ബ് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വിധിച്ചത് എനിക്കറിയില്ല. ഷമ്മാസിന് എന്തെന്നറിയില്ല. അന്ന് ആ ദിവസം ഒരു സന്തോഷമില്ലായിരുന്നു. എല്ലാവരും ചോദിച്ചു, എന്തു പറ്റി ബോസേ, ഒരു മൂഡ് ഓഫ് എന്നൊക്കെ. പക്ഷേ ആ ദിവസം ഷമ്മാസിന് സമാധാനമില്ലായിരുന്നു. എന്താണെന്നറിയില്ല. ഒരുപാട് ആഗ്രഹിച്ച, ഒരുപാട് പ്രതീക്ഷിച്ച ഒരു സംഭവം അങ്ങകലേക്ക് എത്തിച്ച പോലെയാണ് ഷമ്മാസിന് അനുഭവപ്പെട്ടത്. തൻ്റെ ജ്യേഷ്ഠൻ അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും പിന്നെ അതിനപ്പുറത്തേക്കായിട്ട് ഒന്നും ഉണ്ടാവില്ല. അവൻ്റെ തീരുമാനം അങ്ങനെയായിരിക്കും. പിന്നെ ഈ ഉമ്മയുടേത് എന്താണാവോ? അന്ന് ഷമ്മാസ് വളരെയധികം സങ്കടത്തോടെ തന്നെ വീട്ടിലേക്ക് ചെല്ലുന്നു. പതിവ് പോലെ ഉമ്മ പുറത്ത് തന്നെ കാത്തു നിൽക്കുന്നില്ല. എന്താണെന്നറിയില്ല, കുറച്ച് നേരത്തെ ഞാൻ എത്തിയോ എന്നൊരു സംശയം. അതെ, ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഷമ്മാസ് നേരെ അതാ ഡൈനിങ് ഹാളിലേക്ക് കടന്ന് കിച്ചൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നു. അടുക്കളവാതിലും ചാരിയാണ് നിൽക്കുന്നത്. ഉമ്മ, ഉമ്മ എവിടെ? ഷമ്മാസ് വിളിച്ചു. മറ്റുള്ളവരെല്ലാം മുകളിലാണ്. അവരതൊന്നും കേൾക്കില്ല, കാണില്ല. ഷമ്മാസ് പതുക്കെ അതാ അടുക്കളയുടെ ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഉമ്മ നല്ല സംസാരത്തിലാണ്. ആരോടോ കാര്യപ്പെട്ട് ഫോൺ ചെയ്യുകയാണ്. ആ മോളെ, ആ ഇപ്പോൾ വരും. പിന്നെ ഇല്ലില്ല, ആ ഒന്നൊരു വിഷയമില്ല. ആ ഞാൻ ഉണ്ടാവുമ്പോൾ എൻ്റെ കുട്ടിക്ക് എന്തിനാ പേടി? ഒരു പേടിയും പേടിക്കണ്ടെന്നേ. നമ്മളെ വീടന്നല്ലേ, എൻ്റെ കുട്ടി കഴിഞ്ഞ വീടന്നല്ലത്. പിന്നെ എന്താ എനിക്ക് ഇത്ര ബേജാറ്, എന്താ ടെൻഷന്? ആരെ പേടിക്കണേ? ഈ ഉമ്മാക്ക് ജീവനുള്ളിടത്തോളം കാലം എൻ്റെ കുട്ടി പേടിക്കണ്ട. ഉമ്മാൻ്റെ കാലം കഴിഞ്ഞിട്ട് എങ്ങനെ എനിക്കറിയില്ല. അപ്പം നിങ്ങൾ രണ്ടും നിങ്ങളെ ഇഷ്ടം പോലെ പുറത്ത് എവിടെയെങ്കിലും പോയി ജീവിക്കുക, അല്ലെങ്കിൽ വേറെ വീടെടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉമ്മ ഉള്ളിടത്തോളം കാലം ഉമ്മാക്ക് ഇഷ്ടം ഇവിടെയാണ്. അപ്പോൾ ഒരു പേടി, എൻ്റെ കുട്ടി പേടിക്കണ്ട. ആരെന്ത് ചോദിച്ചാലും അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോണ്ട്. ഷമ്മാസിന് ഏകദേശം അത് മനസ്സിലായി തുടങ്ങി. ഹേയ്, അത് വേണ്ട, ഞാൻ ഒളിഞ്ഞു നിന്ന് കേൾക്കാമെന്ന് വിചാരിക്കും. അത് ആരുമല്ല, ഹിജാബി തന്നെയാണ്. അതെല്ലാം കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ മനസ്സ് നിറയുകയാണ് ഉണ്ടായത്. പാവം, എൻ്റെ ഉമ്മ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവർ ഫോൺ ചെയ്തോട്ടെ എന്ന് കരുതി ഷമ്മാസ് തൻ്റെ മുറിയിലേക്ക് പോയി. ഡ്രസ്സെല്ലാം അഴിച്ച് ഫ്രഷ് ആകുവാൻ വേണ്ടി അതാ ബാത്റൂമിലേക്ക് പോകുന്നു. കോളിംഗ് എല്ലാം കഴിഞ്ഞ് ഉമ്മ അതാ അകത്തേക്ക് കയറുന്നു. മോനെ, നീ എത്തിയോടാ? അന്നെന്താ നേരത്തെ എത്തിയോ? ആ, ഞാൻ വന്നപ്പോൾ ഉമ്മ നല്ല കിന്നാരം പറച്ചിലാണ്. മോനെ, അതെ, വേണ്ട പറയണ്ട ഉമ്മ. അതെ, നിങ്ങൾ പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കേട്ടപ്പോൾ പിന്നെ ഞാൻ മാറി നിന്നു. കാരണം ഒരാളുടെ സംഭാഷണം ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കണ അത്ര നല്ലതല്ലല്ലോ. അതിപ്പോൾ പെണ്ണും ആയാലും ശരി, ആണും ആയാലും ശരി. അതുകൊണ്ട് ഉമ്മ, ഞാനങ്ങ് എടാതെ മറ്റാരുമല്ല, ഈ കെട്ടാൻ പോകുന്ന പെണ്ണെന്നാണ്. ഈ കേട്ട് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഞാനേ ഓളോടുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞതാണേ. ഞാൻ വിളിച്ചതാണ് അങ്ങോട്ട്. എനിക്കൊരു പൊറുതിയേട്. ഇനിയിപ്പോൾ എൻ്റെ മോനെക്കൊണ്ട് ഇങ്ങനെ കല്യാണം കുറപ്പിച്ചതിന് ശേഷം ഉമ്മാക്ക് എന്നെ വേണ്ടതായോ, അല്ലെങ്കിൽ ഇമ്മ എന്നെ ഒഴിവാക്കിയോ എന്നൊക്കെ വിചാരിക്കുക വിചാരിച്ചിട്ടേ ഞാൻ അവൾക്കൊന്ന് വിളിച്ചേനെ. സത്യം പറഞ്ഞാൽ അവളെ സൗണ്ട് കേൾക്കാൻ എനിക്ക് പൂതിയേക്കണം. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് വർത്തമാനം പറയണല്ലോ. ഇപ്പോൾ കുറച്ചായില്ലേ ഹോസ്പിറ്റലിൽ നിന്നാണ് കണ്ടിട്ട്. മറ്റേത് ഇടയ്ക്കൊന്ന് കാണാനും പോയിരുന്നു. ഇപ്പോൾ മോൻ എനിക്ക് പൊറുതിയേട് തുടങ്ങിയിരിക്കണം, ഒന്ന് പോകാനേക്കണം. ഇനിയിപ്പോൾ ഏതായാലും കല്യാണമൊക്കെ ആയി തുടങ്ങിയില്ല. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എന്നും കണ്ടൂടെ എൻ്റെ കുട്ടീനെ? അത് കേട്ട് ഷമ്മാസിൻ്റെ മുഖം വാടി. അത് ഉമ്മ പോയി കണ്ടോളൂ. ഇനിയിപ്പോൾ എന്താ മോനെ നീ അങ്ങനെ പറയുന്നത്? പെട്ടെന്ന് നിക്കാഹ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഇപ്പം അങ്ങനെയൊക്കെ പറയണത്? അല്ല, ഞാൻ പറയാം ഉമ്മ പോയി കണ്ടോളൂന്നേ. കാരണം അത് എന്താ മോനെ, ഇനിയിപ്പോൾ ഒരു സെപ്പറേറ്റിൽ പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഇനി മാറിടാൻ പോവാം. അതേ ഇനിയിപ്പോൾ നടക്കുള്ളൂ. ഇനി ഞാൻ പോകണമെന്നില്ല. എന്തിനാ ഇനി പോണത്? കല്യാണമൊക്കെ ഉറപ്പിച്ച് റെഡിയാക്കിയിട്ട് ഇനിയിപ്പോൾ ഒരു കാണാൻ പോലെ നിൽക്കണോ? അല്ലമ്മ, ഇനിയിപ്പോൾ വൈകി കഴിഞ്ഞാലേ എന്താ മോനെ ഈ പറയണത്? ഇനിയും വൈകിപ്പിക്കാനാണോ ഈ നിൽക്കണത്? ഉമ്മ, അത് എന്താ ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. പെട്ടെന്ന് തന്നെ നിശ്ചയത്തിനുള്ളതൊക്കെ നോക്കിക്കോ. അല്ലാതെ ഇപ്പോൾ പിടിച്ച് ഇനിയും നീട്ടിക്കൊണ്ടാനിപ്പോൾ എന്തിനാണ് നിൽക്കണത്? മോനെ, നമ്മൾ ആഗ്രഹിച്ച സംഭവങ്ങൾ വേഗം നടത്തണം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സമൊക്കെ ഉണ്ടായിട്ട് അതുകൊണ്ട് പോവും. പിന്നെ പറഞ്ഞിട്ട് ഫലം ഉണ്ടാവില്ല. ആദ്യം തന്നെ പറഞ്ഞേക്കാം. ആ കുട്ടിക്കൊക്കെ എത്ര പൂതി കൊടുത്തിട്ട് ഇപ്പം പിടിച്ച് എന്തിനാണ് നീട്ടണത്? ഉമ്മ, അത്
ഫൈസൽക്ക് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ടാക്കാന്ന്. ഫൈസൽ അങ്ങനെയാണോ പറഞ്ഞത്? എന്നോട് ഞാൻ ആ കാര്യം ചോദിക്കാൻ പറഞ്ഞു. എന്തായി ഈ പോയി പറഞ്ഞിട്ട്? എന്താ ഓൻ പറഞ്ഞത്? ഉമ്മ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ചൊന്നും. കല്യാണത്തിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു നിനക്കൊരു വയസ്സായിട്ടില്ലല്ലോ, അടുത്ത വർഷമൊക്കെ നോക്കാം, എന്തിനാ ഇപ്പം തന്നെ, ഇപ്പോഴൊന്നും വേണ്ട, കുറച്ചുകൂടി പക്വത എത്തട്ടെ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഓ, പക്വത ഉള്ളൊരാളും പക്വത ഏറിയ ആളാണ് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണത്. ഓനാ ഉപദേശിക്കാൻ വന്നിക്കണത്. അല്ലുമ്മ, ജ്യേഷ്ഠൻ എന്ന സ്ഥാനത്തുനിന്ന് അവൻ പറഞ്ഞതായിരിക്കുമേ. എന്തായാലും വേണ്ടിയില്ല, ആര് പറഞ്ഞാലും വേണ്ടില്ല. ഇനിയിപ്പോൾ പെട്ടെന്ന് നിക്കാഹ് അയക്കന്നെ, അല്ലാതെ ഇനി നീട്ടിയിടല്ല. ഉമ്മ ഫൈസൽക്ക് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്കിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞത് കേൾക്കാതെ, അതുമല്ല ഉപ്പയില്ലല്ലോ എനിക്ക്. എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു വിഷയമില്ലായിരുന്നു. ഉപ്പയില്ലാത്ത സ്ഥിതിക്ക് ഉപ്പയുടെ സ്ഥാനമല്ലേ വലിയ ജ്യേഷ്ഠന്മാർക്ക് കൊടുക്കുക. അപ്പോൾ ഒരു പിതാവിൻ്റെ സ്ഥാനം തന്നെയല്ലേ. ആ ഒരു പിതാവ് പറയുന്നത് എതിർത്തുകൊണ്ട് എനിക്കുമ്മ സത്യം പറഞ്ഞാൽ, മോനെ അതൊക്കെ ശരിയാണ് ഈ പറഞ്ഞത്, പിതാവിൻ്റെ സ്ഥാനം വലിയ ജ്യേഷ്ഠന്മാർക്ക് ഉണ്ടാവും എന്നൊക്കെ ഓല് പറഞ്ഞത് അത് ശരിയാണ്. പക്ഷേ നല്ലൊരു കാര്യം നല്ലത് ചെയ്യുന്ന ആൾക്കാരും അതിനനുസരിച്ച് പ്രവർത്തിക്കണമല്ലൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഓൻ തന്നെ ചെയ്യണത് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പോൾ നമ്മളെ വല്ലാതെ ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഈ അനിയനാണ് ശരിയാണ്. പക്ഷേ ഇവിടെ ഉമ്മയും ബാപ്പയും ഇല്ലാത്ത കുട്ടിയല്ല എൻ്റെ ഷമ്മാസ്. ഇതാ എൻ്റെ പെറ്റ ഉമ്മ ഇതാ ഇവിടെ തന്നെ ഉണ്ട്. എൻ്റെ മോൻ്റെ കാര്യത്തിലേ കുറച്ചൊക്കെ തീരുമാനം എടുക്കാനുള്ള അധികാരം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണത് ഈ കേട്ടോ, അല്ലാതെ ഫൈസൽ പറയണത് മാത്രം കേൾക്കാൻ നിൽക്കണ്ട. ഫൈസലിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടാവും. എന്നോട് പറഞ്ഞില്ലേ അടുത്ത വർഷം മതി കല്യാണം എന്നുള്ളത്. 25 വയസ്സാകട്ടെ എന്നല്ലേ പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഓനൊപ്പിച്ച് കൊണ്ടുവരില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, വിശ്വാസമില്ല. കാരണം ഏതൊക്കെയോ ഒന്നും പറയാൻ പറ്റില്ല. ഓനോ എൻ്റെ ഇഷ്ടം പോലെയാണ്. അല്ല മോനെ, ഈ അങ്ങോട്ട് ചെന്നപ്പോൾ ആ പെണ്ണ് അവിടെ ഉണ്ടോ? ഫാൻസിയിൽ ഏതൊരു പെണ്ണുണ്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലോ, പറഞ്ഞു കേട്ടിരുന്നു. ഉമ്മ അവർ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലും ഷമ്മാസ് അത് ഉമ്മയോട് പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഉമ്മ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോഴും ഉണ്ടല്ലേ അത്, നോക്കിക്കേ, ആ പെണ്ണിനെ അങ്ങോട്ട് കയറ്റിക്കൊണ്ടു ഉറപ്പാണ്. ഓനക്ക് 2 അല്ല 3 അല്ല 4 കെട്ടിയാലും ഓൻ്റെ പൂതി തീരൂല. ഓനതൊരു ഹോബിയാണ്. ഏതായാലും രക്ഷപ്പെടേണ്ടവരൊക്കെ രക്ഷപ്പെട്ടു, അല്ലാത്തവർ ഇവിടെ നിന്ന് ഇറങ്ങിക്കണം. ഇപ്പോൾ കണ്ടില്ല ഷാനി, അനുഭവിക്കട്ടെ, കുറേ ഉള്ള ഇടങ്ങാറാക്കിയതല്ലേ. അങ്ങനെ കഷ്ടപ്പെടുത്തവർക്ക് ദുനിയാവിൽ തന്നെ കിട്ടും എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. കിട്ടിത്തുടങ്ങി. ഉമ്മ അതൊന്നും പറയണ്ട, സാരല്ല. ഓരോ അങ്ങനത്തെ ഒരു അവസ്ഥകളും അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിട്ട് അതൊന്നും നീ പറയണ്ടമ്മ. ഇല്ല മോനെ, ഞാനൊന്നും പറയണില്ല. എനിക്ക് എൻ്റെ കുട്ടീൻ്റെ കല്യാണം നടന്ന് കിട്ടിയാൽ മതി. എനിക്ക് അതേ ആഗ്രഹമുള്ളൂ, വേറൊന്നും ഞാൻ ആഗ്രഹിക്കണില്ല. ഷമ്മാസിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഉമ്മയുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ നിക്കാഹ് വേണമെന്നാണ്. പക്ഷേ എന്താ റബ്ബേ ഞാൻ ചെയ്യാം. ഒരു നിമിഷം ഷമ്മാസ് ഒന്നും മിണ്ടാതെ നിന്നു. മോനെ, ഈ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇനിയൊന്നും ഈ ആലോചിച്ച് തല പുണ്ണാക്കും വേണ്ട. എൻ്റെ കുട്ടിയെ നേരെ വിട്ടോ, പള്ളിയിൽ ഉസ്താദിൻ്റെ അടുത്തേക്കൊന്ന് പോയിക്കോ. പോയിട്ട് നിശ്ചയത്തിൻ്റെ കാര്യം ഒന്ന് വിളിച്ച് പറയാൻ പറഞ്ഞിട്ട് ഒരാളാപ്പാക്ക് വിളിക്കാൻ ഡേറ്റൊക്കെ ഒന്ന് ഉറപ്പിക്കണേ. ഇതിപ്പോൾ നീട്ടിടാൻ വല്ലാതെ പറ്റൂല. പല ശത്രുക്കളും പല ആൾക്കാരും ഉണ്ടാവും ഇത് മുടക്കാനായിട്ട്. ഇനിയും ഇതാവില്ല. മനസ്സിൽ പൂതി വെച്ചൊരു സംഭവമാണ്. ഈ എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല, വേഗം നിക്കാഹ് അയച്ചിട്ട് ഇനി ബാക്കി പരിപാടി. ഉമ്മ അതിനു മുമ്പ് ഷോപ്പിൻ്റെ ഉദ്ഘാടനം ഒന്ന് കഴിയണമെന്ന് വിചാരിച്ചിരുന്നു. അല്ലെങ്കിൽ മോനെ, അത് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ കാട്ടിക്കോ, പെട്ടെന്ന് കഴിച്ചോ. പിന്നെ അതിന് ഞാൻ തടസ്സം പറയണില്ല, കാരണം ഒരു ബിസിനസ്സിൻ്റെ കാര്യമാണ്. അതിന് ഞാൻ തടസ്സം പറഞ്ഞാൽ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അതൊരു ഖേദമായി മാറും. അത് വേണമെങ്കിൽ ഈ പെട്ടെന്ന് ചെയ്തോ. എന്നാലും നിക്കാഹ് നീട്ടിടാൻ ഞാൻ സമ്മതിക്കൂല. അത് പെട്ടെന്ന് തന്നെ വേഗം ഉസ്താദിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി അങ്ങോട്ട് പോവുക, ഏതോലും ഇങ്ങോട്ട് വരിക, എന്തേ ചെയ്തിട്ട് നിശ്ചയമൊക്കെ ആക്കിയിട്ട് പെട്ടെന്ന് റെഡിയാക്കണം. അതാണ് ഞാൻ പറഞ്ഞുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് എനിക്കൊന്നുമില്ല പറയാൻ. ഉമ്മ പറയുന്നതെല്ലാം ഷമ്മാസ് ശ്രദ്ധയോടെ കേട്ടിരുന്നു. ശരിയാണ്, എൻ്റെ ഉമ്മാക്ക് ഭയമുണ്ട്. അതെ, ഇനിയും എന്തെങ്കിലും സംഭവിക്കുമോ എന്നാലോചിച്ചിട്ട്. തൻ്റെ ആഗ്രഹം പെട്ടെന്ന് നിക്കാഹ് വേണമെന്ന് തന്നെയാണ്. പക്ഷേ ജ്യേഷ്ഠൻ അങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സൊക്കെ വല്ലാത്തൊരു എന്താ അറിയില്ല, എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
അന്ന് അതാ ഹിജാബിക്ക് ഷമ്മാസ് മെസ്സേജ് അയക്കുന്നു. ഹിജാബി, ഹായ്. ഹായ് ഷമ്മാസ്, സുഖല്ലേ? സുഖാണ് ഹിജാബി. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അത് നിക്കാഹിൻ്റെ കാര്യം തന്നെയാണ്. കുറച്ച് ദിവസം കൂടെ ഒന്ന് ലോങ് ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ചെറിയ രീതിയിലുള്ള ഒരു ഇഷ്യൂസ് ഉണ്ട്. ഷമ്മാസ്ക, എന്തായാലും എനിക്ക് കുഴപ്പമില്ല. ഇനി എത്ര വൈകിയാലും കുഴപ്പമില്ല. പക്ഷേ ഒരു വാക്ക് തന്നാൽ മാത്രം മതി. ഞാൻ നിന്നെ നിക്കാഹ് കഴിക്കും എന്നുള്ളൊരു വാക്ക് മാത്രം എനിക്ക് മതി. അതിൽ നിന്ന് വ്യതിചലിക്കാതിരുന്നാൽ മാത്രം മതി. എനിക്ക് അതേ ഉള്ളൂ. പെട്ടെന്ന് നിക്കാഹ് കഴിക്കണം എന്നൊന്നും എനിക്ക് ഇല്ല. എനിക്കെൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ളതൊക്കെ ഇനി ചെയ്യാനൊക്കെ ഉണ്ട്. എങ്കിലും ഷമ്മാസ് എന്നെ ഒരിക്കലും വിട്ടുപോവില്ല എന്നറിഞ്ഞാൽ മതി എനിക്ക്. അതുണ്ടായാൽ തന്നെ മനസ്സിന് വല്ലാത്തൊരു റാഹത്താണ്. ഹേയ് ഹിജാബി, ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോകില്ല. എങ്ങനെ? ഞാനായിട്ട് സെലക്ട് ചെയ്ത പെണ്ണാണ് നീ. അപ്പോൾ ഞാനെങ്ങനെ നിന്നെ വിട്ടു പോവും? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എന്നും കൂടെ ഉണ്ടാകും. അത് കേട്ടപ്പോൾ നുസൈബയുടെ മനസ്സിൽ ചെറുതായൊരു ഭയമുണ്ടായിരുന്നു. എന്നും കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വാക്ക്. പക്ഷേ ആ ഒരു വോയിസ് മെസ്സേജ് അവൾ ആലോചിച്ചു. പടച്ച റബ്ബേ, അതെങ്ങാനും ഷമ്മാസ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഷമ്മാസ്, എനിക്കാകെ പേടിയാവുന്നുണ്ട്. നിങ്ങൾ സുരക്ഷിതനായിരിക്കണം, അതേ എനിക്കുള്ളൂ. ഒന്നും സംഭവിക്കരുത്. എനിക്ക് ജീവിതം നൽകാമെന്ന് വാക്ക് തന്നവനാണ്. അപ്പോൾ ഒന്നും സംഭവിക്കാൻ പാടില്ല, അതേ എനിക്കുള്ളൂ. എന്താ എന്താ ഹിജാബി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് സംഭവിക്കേ? പടച്ചിറപ്പ് വിചാരിച്ചാൽ ഓക്കെ, ശരിയാണ്, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതിൽ പിന്നെ നമ്മൾക്കാർക്കും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അള്ളാഹുവിൻ്റെ വിധി പോലെയല്ലേ. ഷമ്മാസ്, ആരെങ്കിലും ഷമ്മാസിനെ ഉപദ്രവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആരുപദ്രവിക്കാൻ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. അല്ല, അന്ന് ആക്സിഡൻറ്റ് കഴിഞ്ഞതുപോലെ ആരെങ്കിലും ഷമ്മാസിനെ പിന്തുടരുമോ എന്നുള്ളൊരു ഭയമാണ് എനിക്ക്. ഹിജാബി, ഭയക്കണ്ട. നമുക്ക് വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നാണല്ലോ പഠിച്ച റബ്ബ്. അതാണ് വിചാരിച്ചതെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. എങ്കിലും എൻ്റെ ഹിജാബി, എന്നെ ഓർക്കണം. ഒരിക്കലും എന്നെ നീ മറക്കരുത് കേട്ടോ. കാരണം എനിക്ക് അത്രക്കും ഇഷ്ടമാണ് എൻ്റെ ഹിജാബിയെ. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് ആദ്യമായി സ്വപ്നം കണ്ട പെണ്ണ് അത് നീയാണ് എൻ്റെ ഹിജാബി, നീ മാത്രം. എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിലും എൻ്റെ ഹിജാബി, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നും നിൻ്റെ കൂടെ ജീവിക്കാനായിരുന്നു എനിക്കിഷ്ടം. ഷമ്മാസ്, പ്ലീസ് അങ്ങനെയൊന്നും പറയരുത്. എനിക്കതെല്ലാം കേൾക്കുന്നത് പേടിയാണ്. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. ഹിജാബി, അതല്ല, നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ആ ഒരു അവസരം നമ്മുടെ അടുക്കലേക്ക് വന്നു ചേരുമ്പോൾ ഒരു പക്ഷേ ആ ഒരു നിമിഷം അത് തട്ടിത്തെറിപ്പിച്ച് പോവാൻ ഒരുപാട് ചാൻസുകളാണ് ഉള്ളത്. ഷമ്മാസ് വിചാരിച്ചത് അവൻ്റെ ജ്യേഷ്ഠനെ കുറിച്ചായിരുന്നു. ഹേയ്, ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠൻ ഒരിക്കലും എന്നെ ഒന്നിനും സമ്മതിക്കില്ല എന്നെനിക്കറിയാം. പക്ഷേ അത് ഹിജാബിയോട് പറഞ്ഞവളെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചു. ഹിജാബി, അത് പഠിച്ച റബ്ബ് എന്താണ് വിധിച്ചത് അതുപോലെയൊക്കെ നമുക്ക് വരും. ഇനി അതല്ല, ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ഈ ലോകത്തല്ലെങ്കിലും പരലോകത്തെങ്കിലും ഒരുമിച്ച് ജീവിക്കാലോ, അതിനു വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ്. ഷമ്മാസ്, പ്ലീസ് എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് ഭയമാണ്. അല്ലെങ്കിൽ മനസ്സിലൊരുപാട് പേടിയാണ് കുടുങ്ങിക്കിടക്കുന്നത്. എന്താ ഹിജാബി, എന്താ അങ്ങനെ പറഞ്ഞത്? എന്ത് ഭയമാണ് നിനക്കുള്ളത്? നിനക്ക് ഇനിയും ഭയമുണ്ടോ? നിന്നെ സംരക്ഷിക്കാൻ ഞാനില്ലേ? അതല്ല, അത് ഹുസൈനാജിയെക്കുറിച്ച് പറയാൻ, അത് ഷമ്മാസിനോട് പറയാൻ അവൾ വെമ്പി നിന്നു. പക്ഷേ അത് പറഞ്ഞാൽ ഒരു പക്ഷേ അവൻ്റെ സന്തോഷമെല്ലാം നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് അവളത് പറഞ്ഞില്ല. ഒടുവിൽ അത് പറഞ്ഞു. ഷമ്മാസ്, ശ്രദ്ധിക്കണം കേട്ടോ, എപ്പോഴും സൂക്ഷിക്കണം. നമുക്ക് ചുറ്റും ധാരാളം ശത്രുക്കളുണ്ട്. അതുകൊണ്ട് എല്ലാം സൂക്ഷിക്കണം. യാത്രയിലാണെങ്കിലും എങ്ങനെ തന്നെയാണെങ്കിലും. എൻ്റെ ഹിജാബി, ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് വിചാരിച്ച്
എപ്പോഴും അങ്ങനെ പറ്റണമെന്നൊന്നുമില്ല. അത് വെറുതെ ഉണ്ടായ ആക്സിഡൻ്റ് അല്ലല്ലോ, കരുതി കൂട്ടിയിട്ട് അതല്ലേ. ഹേയ് അങ്ങനെ ഒന്നല്ല, അത് വഴിയിലൊക്കെ നിറയെ കൊള്ളക്കാരും കള്ളന്മാരൊക്കെ ഉണ്ടാവും. അത് സാരല്ല, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ. ഇനി നമ്മൾ ഉണ്ടാകാതെ ശ്രദ്ധിച്ചാൽ മതി, പോരെ. എൻ്റെ ഹിജാബി, നീ വല്ലാതൊന്നും വിഷമിക്കല്ലേ കേട്ടോ. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് സെറ്റാക്കണം ഇൻഷാ അല്ലാ. അതുപോലെ ഷോപ്പിൻ്റെ ഉദ്ഘാടനം ഉണ്ട് കേട്ടോ, നീ വരുമോ? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ കോളേജിൽ ചിൽഡ്രൻസിനെ എല്ലാവരും ഞാൻ വിളിച്ചിരുന്നല്ലോ. ഇപ്പോൾ നീ വരുമോ? വരില്ലേ? ഉമ്മ വരട്ടോ, ഉമ്മയായിരിക്കും ഇനോഗ്രേഷൻ ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം ഉമ്മ തന്നെ ആയിരുന്നല്ലോ. ആണോ? മാഷാ അല്ലാ, കഴിഞ്ഞ പ്രാവശ്യം ഉമ്മ വന്നിരുന്നോ? അതെ ഹിജാബി, എൻ്റെ ഉമ്മ വന്നിരുന്നു. ആ, അത് ശരി, എനിക്കറിയില്ലല്ലോ അതെൻ്റെ പ്രിയപ്പെട്ട ഉമ്മയായിരുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാനവരെ കാണാൻ ശ്രമിക്കുമായിരുന്നു. ഹിജാബി, കഴിഞ്ഞ പ്രാവശ്യത്തെ ഐഷാസ് മൊബൈൽസ് എൻ്റെ ഉമ്മ തന്നെയായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത്, സത്യമായിട്ടും. അപ്പോൾ നീ കണ്ടില്ലേ, ഞാൻ ആ സമയത്ത് ഹിജാബൊക്കെ ധരിച്ചു കൊണ്ടല്ലായിരുന്നോ? ഇല്ല, ഞാനത് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, നല്ല തിരക്കുമായിരുന്നു. എല്ലാവർക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിരുന്നല്ലോ. ഒരു നോമ്പിനായിരുന്നല്ലോ അത്? ആ അതെ, അത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയായിരുന്നോ? പടച്ച റബ്ബേ, ഞാനൊന്നും അറിഞ്ഞില്ല. ഹിജാബി, അന്ന് നമ്മൾ തമ്മിൽ പരസ്പരം അറിയില്ലായിരുന്നല്ലോ ഒരിക്കലും. നീ എൻ്റെ വീട്ടിലെ തന്നെ മരുമകളായിരുന്നു എന്നുള്ള കാര്യം അതും എനിക്കറിയില്ല, അതുപോലെ നിനക്കും അറിയില്ല. നിന്നെ ആദ്യം കല്യാണം കഴിച്ചയാളുടെ ഭർത്താവിൻ്റെ അനിയനാണെന്നുള്ള കാര്യം നിനക്കും അറിയില്ല അല്ലേ? അതല്ല അതിൻ്റെ സത്യം. എല്ലാം പിന്നെയല്ലേ തെളിഞ്ഞത്. ഷമ്മാസ്, അന്നങ്ങനെ അറിയുമായിരുന്നെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ പതുക്കെ മെല്ലെ ഒഴിഞ്ഞു മാറിയേനല്ലേ. ഒരിക്കലും അങ്ങനെ നമ്മളൊരിക്കലും സ്നേഹിക്കില്ലായിരുന്നല്ലോ. ഇല്ല ഹിജാബി, ഒരിക്കലുമില്ല. എൻ്റെ ഇത്താത്തയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സ്നേഹിക്കും, പക്ഷേ ആ രീതിയിലുള്ള സ്നേഹമായിരിക്കില്ല. ഒരു ഇത്താത്തയോടുള്ള സ്നേഹം അതായിരിക്കും. പക്ഷെ ഞാൻ അറിഞ്ഞില്ല പെണ്ണേ, നീ എൻ്റെ ഇത്താത്തയായിരുന്നു എന്നുള്ളത്. എങ്ങനെയാണ് ഇതൊക്കെ സെറ്റായത്? എനിക്കൊന്നും അറിയില്ലേ. എന്തൊക്കെ തന്നെയാലും എനിക്കിതിലൊരു സന്തോഷമുള്ളതെന്ന് വെച്ചാൽ ഉമ്മയുടെ കാര്യമാണ്. എൻ്റെ ഉമ്മയാണ് ഇതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ ഒരു നിക്കാഹിന് വേണ്ടി ദിവസങ്ങളെണ്ണി കാത്തിരിക്കുന്നത് എൻ്റെ ഉമ്മയാണ് ഹിജാബി. അതെനിക്കറിയാം, എനിക്ക് ശരിക്കും അതറിയാം. എൻ്റെ ഉമ്മക്ക് എന്നെ നല്ല ഇഷ്ടമായിരുന്നു. ഞാൻ അല്ലെങ്കിൽ എത്രയോ പ്രാവശ്യം എന്നെ കാണേണ്ട സമയമായി. ഉമ്മ ഇന്ന് എന്നോട് വിളിച്ച് ഒരുപാട് സംസാരിച്ചിരുന്നു. മോളെ കാണാൻ കൊതിയാവുന്നു എന്നൊക്കെ പറഞ്ഞു. ആ, ഞാൻ കേട്ടു. അത് ഷമ്മാസ് കേട്ടോ? അതെ, ഞാൻ കേട്ടു. ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് അത്ര കൊതിയാണെങ്കിൽ നിങ്ങൾ പോയി കണ്ടുവരും, ഞാൻ കൊണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ്. അതിലുമ്മ പറഞ്ഞേ, ഇനി അതിന് നിൽക്കൊന്നും വേണ്ട, ഇനിയിപ്പോൾ നിക്കാഹൊക്കെ ആയ സ്ഥിതിക്ക് ഇനി മാറിടാനൊക്കെ പോവാം, അല്ലാതെ ഇനിയിപ്പോൾ പിടിച്ചിട്ട് കാണാൻ പോകുന്ന ആവശ്യം എന്താ, അതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഹിജാബി, എൻ്റെ ഉമ്മാക്ക് അത്രക്കും ഇഷ്ടമാണ് നിന്നെ, ഒത്തിരി ഇഷ്ടമാണ്. എന്തെന്നറിയില്ല, അത് നിന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നതെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഉമ്മ അങ്ങനെയായിരുന്നു. എൻ്റെ ഉമ്മ മുറ്റത്തിൻ്റെ അടുക്കള ഭാഗത്തിൻ്റെ കുറച്ച് അപ്പുറത്തേക്കായിട്ട് പോയിട്ട് ഫോൺ ചെയ്യും. അത് എന്തിനായിരുന്നു? ആരും കേൾക്കാതിരിക്കാൻ, നിന്നെ വിളിക്കാൻ. സത്യത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ആരും അറിയാതെ വണ്ടിയൊക്കെ വിളിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നിൻ്റെ അടുത്തേക്ക് പോകും. അത് എന്നെയൊക്കെ പലതവണ വിളിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മാക്ക് നിന്നെക്കുറിച്ച് പറയുമ്പോൾ 100 നാവായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നു, ഇതെന്തൊരു പെണ്ണാ റബ്ബേ, എൻ്റെ ഉമ്മാക്ക് ഇത്രയ്ക്കും ഇഷ്ടപ്പെട്ടൊരു പെണ്ണ്, അതും ഒരു മരുമകൾ, എവിടെ ഇല്ലാത്തൊരു സ്നേഹം, ഇതെന്താ ഇങ്ങനെ? സത്യം പറഞ്ഞാൽ ഹിജാബി, ഞാൻ വരെ അസൂയപ്പെട്ടിരുന്നു നിന്നോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ ഉമ്മാക്ക്. സത്യമാണ് ഞാൻ പറയുന്നത്. ആ പെണ്ണ് ഏതാണ് ഇത്ര ഭാഗ്യവതി? ഒരു അമ്മായിമ്മ മരുമകളെ എത്രയധികം സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ആ മരുമകളടുത്തുണ്ടാകുന്ന ആ ഒരു നല്ല സ്വഭാവം കൊണ്ടാണല്ലോ, അവളുടെ ആ ഒരു പെരുമാറ്റം കൊണ്ടായിരിക്കുമല്ലോ. അല്ലാതെ എന്നും എല്ലായിടത്തും പല പ്രശ്നങ്ങളുമായിരിക്കും. എൻ്റെ വീട്ടിൽ തന്നെ പല പ്രശ്നങ്ങളാണ് മറ്റൊരുമായി. പക്ഷേ എന്തെന്നറിയില്ല. സത്യം പറഞ്ഞ ഹിജാബി, എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു. ഞാൻ വരെ കരുതി ഏതായിരിക്കും ഈ പെൺകുട്ടി, ഏത് പെണ്ണിനെയാണ് എൻ്റെ ഉമ്മാക്ക് ഇത്ര ഇഷ്ടം എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ജീവിക്കുന്നത് നടപടിയും കാര്യങ്ങളും ഹിജാബൊക്കെ ധരിച്ചുകൊണ്ടാണ് എന്നൊക്കെ ഉമ്മ പറഞ്ഞപ്പോഴേ എനിക്ക് പിന്നെ ഞാൻ ഇളച്ചനായ ഞാൻ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ശരിയല്ലല്ലോ
എന്ന് കരുതിയിട്ടാണ് ഞാൻ കാണാൻ പോലും വരാതിരുന്നത്. സത്യം പറഞ്ഞാൽ ആശ്ചര്യപ്പെട്ടിരുന്നു ഉമ്മയുടെ സ്നേഹം കണ്ടുകൊണ്ട്. ഷമ്മാസ്, അത് ഉമ്മ പാവല്ലേ, ഉമ്മക്ക് നല്ല സ്നേഹമാണ്. നമ്മൾ ഉമ്മയുടെ നല്ല രീതിയിൽ ശരിക്കും നിൽക്കുകയാണെങ്കിൽ ഉമ്മ ഇങ്ങോട്ട് തിരിച്ച് നല്ല രീതിയിൽ സ്നേഹിക്കും. എനിക്കത് നല്ല അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ഉമ്മയോട് ആര് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിലും ഉമ്മക്ക് നല്ല സ്വഭാവമാണ്. അത് എതിർത്തൊന്നും പറയാതെ ഉമ്മക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ നിൽക്കണം, എന്നാൽ നല്ല ഇഷ്ടമാണ്. ഞാനിതുവരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അത് കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിച്ചു. അവൻ മനസ്സിൽ ശരിക്കും വിചാരിച്ചു, എൻ്റെ ഉമ്മക്ക് പറ്റിയ മരുമകൾ ഇവൾ തന്നെയാണ്. അതെ, എൻ്റെ ഭാര്യയാകേണ്ടവൾ. ഒരുപാട് സമയത്തെ ചാറ്റിങ്ങിന് ശേഷം അവർ രണ്ടുപേരും അന്ന് നല്ല സന്തോഷത്തോടു കൂടി അതാ കിടന്നുറങ്ങുവാൻ വേണ്ടി നിൽക്കുന്നു. നുസൈബ വിചാരിച്ചു, പഠിച്ച റബ്ബേ, ഈ ചാറ്റിംഗ് ഒന്നും ഒരിക്കലും ശരിയല്ലല്ലോ. ഇത് നിക്കാഹ് കഴിഞ്ഞിട്ടാണെങ്കിൽ പേടില്ലായിരുന്നു. ഇതിപ്പോൾ നിക്കാഹ് കഴിയാതെ ഇങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടി തോന്നുകയാണ്. അറിയാതെ ഓരോന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോവും, അല്ലാതെ തെറ്റായ രീതിയിൽ. പക്ഷേ എല്ലാം തെറ്റ് തന്നെയല്ലേ. പഠിച്ച റബ്ബേ, നീ പുറത്തു തരണേ അല്ലാ. നുസൈബ പഠിച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടി. അതുപോലെ തന്നെയായിരുന്നു ഷമ്മാസും കരുതിയിരുന്നത്. ഒരിക്കലും നല്ലതല്ല നിക്കാഹിന് മുമ്പ് ഇങ്ങനെ. ഇനി നാളെ മുതൽ ഹിജാബിക്ക് ഞാൻ മെസ്സേജ് അയക്കുന്നില്ല. പക്ഷേ ഇന്ന് എന്തെന്നറിയില്ല, ഒന്ന് കാണണമെന്ന് തോന്നി, അപ്പോഴാണ് മെസ്സേജ് അയച്ചത്. ഇൻഷാ അല്ലാ ഇനി നിക്കാഹ് കഴിഞ്ഞിട്ട് ഞാൻ ഹിജാബിക്ക് മെസ്സേജ് അയക്കുള്ളൂ. അങ്ങനെ അതാ ഷമ്മാസും അത് കരുതുന്നു. ആ ദിവസം അതാ ഷിഫയുടെ വീടിനടുത്തുള്ള ആ ഒരു വില്ലയിൽ അവിടെ അസ്കറിൻ്റെ ഉമ്മയുടെ അടുക്കിലേക്ക് ഇടയ്ക്കിടെ ഷിഫ പോകും. ഇപ്പോൾ ലീവായതുകൊണ്ട് കാര്യമായിട്ട് പകലൊക്കെ അവൾ അവിടെ തന്നെ നിൽക്കും, ആ ഉമ്മക്കൊരു താങ്ങായി തണലായിക്കൊണ്ട്. പാവം ആ ഉമ്മയുടെ ദയനീയ അവസ്ഥ ഒരുപാട് ഷിഫ കേട്ടു. കാരണം അത്രക്കും ഉപദ്രവങ്ങളാണ് അവർ സഹിച്ചിട്ടുള്ളത്. ശരിയാണ്, കോടീശ്വരിയാണ്, ആ വീട്ടിലെ വലിയ മുതലാളിച്ചിയാണ്, എല്ലാം കൊണ്ടും അവൾ നല്ല രീതിയിൽ ജീവിക്കേണ്ടവരാണ്. പക്ഷേ ഭർത്താവിൻ്റെ ഈ ഒരു മറ്റു പെണ്ണുങ്ങളോടുള്ള സ്നേഹം കൊണ്ടും അവരോടുള്ള താല്പര്യം കൊണ്ടും അവരുടെ സമാധാനമെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇനിയും അയാളുടെ കൂടെ ജീവിക്കുന്നത് ശരിയല്ല, എനിക്ക് അയാളുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് ആ ഉമ്മ പറയുന്നതും. അന്ന് ഷിഫയോടെ സന്തോഷത്തോടെ ഉമ്മ പറയുന്നു, മോളെ ഷിഫ. ആ എന്താ ഉമ്മ? പിന്നെ നാളെ എൻ്റെ കുട്ടി വരുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാ, വരുന്നുണ്ടോ? അത് കേട്ടപ്പോൾ ശരിക്കും അവൾക്ക് എന്തൊക്കെയോ ഒരു നാണം തോന്നി. ഉമ്മ, ഇനിയിപ്പോൾ ഉമ്മയുടെ കൂടെ മോനുണ്ടാവുമല്ലേ? അസ്കർ വന്നാൽ ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പകലൊന്നും വരില്ല കേട്ടോ. മോളെ അതിനെന്താ, നീ വന്നോണ്ടേ. കാരണം എനിക്ക് നിന്നെ കാണാഞ്ഞതിൽ വല്ലാത്തൊരു പൊറുതിയേടാണ്. നീ വന്നോണ്ടേ, അതിനെന്താ. എൻ്റെ കുട്ടി പാവാണേ. എൻ്റെ കുട്ടി അങ്ങനെയൊന്നല്ല. ഓൻ്റെ ഉപ്പാൻ്റെ ഒരു സ്വഭാവം എൻ്റെ കുട്ടിയെ കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് പഠിച്ചവനെ പേടിയുള്ള കൂട്ടത്തിലാണ്. അല്ലെങ്കിലും ബാപ്പാരൊക്കെ അങ്ങനെ ആകുമ്പോഴും മക്കൾ നന്നാണത് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഞാൻ വിചാരിക്കും, പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടിക്കെങ്ങാനും എൻ്റെ ഉപ്പാൻ്റെ സ്വഭാവം കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ നിൽക്കേണ്ടി വരില്ല എന്ന്. പക്ഷേ എൻ്റെ മോന് നല്ലൊരു കുട്ടിയാണ്. 5 വക്ത് നിസ്കാരവും ഖുർആൻ പാരായണവും ഇനി നല്ല രീതിയിൽ നോക്കും. ഉപ്പാനെ കുറേയൊക്കെ ഉപദേശിച്ച് നന്നാക്കാനൊക്കെ നോക്കാറുണ്ട്. പക്ഷേ ഉപ്പ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഓൻ്റെ നേർക്ക് കൊണ്ട് വരും അടിക്കാൻ. പിന്നെ എങ്ങനെ ബാപ്പാരെ പേടിച്ചിട്ട് കുട്ടികൾ എന്ത് പറയും മുഖത്ത് നോക്കിയിട്ട്? പക്ഷേ പറയില്ല. എന്നോട് പറയും, ഉമ്മ നമുക്ക് ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാം, ഉപ്പാൻ്റെ സ്വഭാവമൊക്കെ ശരിയാകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാം ഇൻഷാ അല്ലാ. അല്ലാതെ ഉമ്മ ഉപ്പയോട് ഉപദേശിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. എൻ്റെ നേർക്കെടുക്കും. മോനെ സാരില്ലടാ, എൻ്റെ കുട്ടി ഹയറായി കിട്ടിയാൽ മതി, അതിനുള്ളൂ എനിക്ക്, അല്ലാതെ വേറൊന്നുമില്ല. എനിക്ക് എൻ്റെ കുട്ടി ഉണ്ടല്ലോ ദുആ ചെയ്യാൻ. ഞാൻ എൻ്റെ കുട്ടീനെ കൊണ്ട് എപ്പോഴും അങ്ങനെയാണ് പറയാറുള്ളത്. അത് എന്തായാലും എൻ്റെ പൊന്നു മോനെ നാളെ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ഇതാ വിളിക്കുന്നു. അപ്പോഴൊക്കെ ഇതാ അസ്കർ വിളിക്കുന്നു. വീഡിയോ കോളാണ് ചെയ്യുന്നത്. ഷിഫ മെല്ലെ അങ്ങോട്ട് മാറി നിന്നു. ഉമ്മ എങ്ങനെയുണ്ട് പുതിയ വീട്ടിലെ ജീവിതമൊക്കെ? മോനെ മാഷാ അല്ലാ ഹയറാണടാ. പിന്നെ എനിക്ക് കൂട്ടായിട്ട് ഇതാ ഷിഫയുണ്ട്. മോളെ ഷിഫ, മോളെ. അത് കേട്ട് അസ്കർ ശരിക്കും ഞെട്ടി. ഉമ്മ, ആഹാ നിങ്ങൾക്കൊരു കുട്ടിയെ കിട്ടിയിരിക്കുന്നല്ലോ അവിടെ അല്ലേ? മോനെ നല്ല സ്വഭാവമാണടാ. ഷിഫ കേൾക്കാതെ തന്നെ അത് പറയുന്നു. ഷിഫ പറയുന്നു, ഉമ്മ ഞാൻ ഇറങ്ങട്ടെ ഇട്ടൊന്ന് നിങ്ങൾ സംസാരിച്ചോളൂ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. മോളെ പോവല്ലേ, ദാ ഇവനിപ്പോൾ വെക്കും, പോവല്ലേ മോളെ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം.
ഉമ്മ. അങ്ങനെ ഉമ്മയുടെ നിർബന്ധപ്രകാരം ഷിഫ അതാ അവിടെ സിറ്റ് ഔട്ടിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവിടെ പോയിരിക്കുന്നു. ഷിഫയുടെ കാര്യം അതാ ഉമ്മ അസ്കറിനോട് പറയുന്നു. എൻ്റെ പൊന്നു മോനെ അസ്കോ, എന്താ പറയുക, വന്നിട്ട് നീ കാണാം. വീഡിയോ കോൾക്കൊന്നും ഓള് വന്നില്ല. നല്ല കുട്ടിയാണ് കേട്ടോ, കുറച്ച് ധൈര്യം തൻ്റെ ഇടുണ്ട്. അതാണിപ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് ഓൾഡിൽ തോന്നിയൊരു ഗുണം. അതായത് ഒരു പറ്റ് പാവങ്ങളെ പോലെ നിൽക്കല്ലേ, എല്ലാത്തിനും ധൈര്യം, എന്തും നമുക്ക് ഇതാക്കാന്നുള്ള. എന്നെയൊക്കെ മോനെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചില്ലേ, അത് ആ പെൺകുട്ടീൻ്റെ ഒരു ബിരുദനല്ലേ. ഇവിടെ നല്ലൊരു വീട് കണ്ടുപിടിച്ച് ഇതാ ഇങ്ങോട്ട് എത്തിച്ച് ആദ്യത്തെ ദിവസം ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുന്ന്. പിന്നെ ഇപ്പോൾ പൈസ നമുക്കുണ്ടല്ലോ, പൈസക്ക് കുറവില്ലല്ലോ. നമുക്ക് ആൾക്കാർക്കല്ലേ ഒരു ബുദ്ധിമുട്ടിപ്പോൾ തോന്നുന്നത്. അപ്പോൾ മോനെ എല്ലാ കാര്യങ്ങളും ആ കുട്ടി എന്താന്നാ കുറേ സാധനങ്ങൾ ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്ത് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വരുത്തിച്ചു. പൈസ പിന്നെ ഞാനണ്ട് കൊടുത്തിട്ടോ. കുറേ വേണ്ടാന്നൊക്കെ പറഞ്ഞു. ആ വീട്ടിൽ നിന്ന് പാത്രങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നു. ഒന്നും വേണ്ട, ഇഷ്ടംപോലെ സാധനം ഉണ്ടല്ലോ. പിന്നെ മോനെ ഞാൻ ഒരാളല്ലേ, എന്നാലും ആ കുട്ടി നല്ല കെയറിങ്ങാണ് കേട്ടോ. എന്താ അറിയില്ല, എന്നെ പരിചയം പോലുമില്ല. അന്ന് ആ സ്റ്റേഷനിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അല്ലമ്മ, ബാപ്പ ഇറങ്ങിക്കണോ? അറിയില്ല മോനെ, ഞാൻ ആ ഭാഗം ചിന്തിക്കണമെന്നില്ല, എനിക്ക് പേടിയാണ്. ഇനി കാണന്നെ വേണ്ട എനിക്ക് അയാളെ മുഖം. ഉമ്മ, എന്തോ വേറൊരു കേസിന് വീണ്ടും എന്തൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ടെന്നോ, എന്തൊക്കെ ആരെ കൊല്ലാൻ ശ്രമിച്ചു എന്നോ, അങ്ങനെ എന്തൊക്കെ പറയണ കേട്ടല്ലോ. വധശ്രമത്തിന് വേണ്ടി അങ്ങനെ എന്തൊരു വോയിസ്, അങ്ങനെയൊക്കെ അതിന് വേണ്ടിയിട്ട് വീണ്ടും എൻ്റെ ഉപ്പാനെ പൊക്കിക്കണമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ വല്ലാതെ മൈൻഡ് ചെയ്തില്ല. എന്തപ്പോൾ ചെയ്യുക, ഓരോന്ന് കാട്ടിക്കൂട്ടി പിന്നെ ഇപ്പോൾ അതിൽ വീണിട്ട്. മോനെ, പഠിച്ചോൻ എപ്പോഴൊന്ന് ഇറങ്ങാൻ ഞാൻ മതിയേനു. ഒന്ന് പഠിക്കട്ടെ, കുറേ ആൾക്കാർ ഇടങ്ങാറാക്കല്ലേ, ഒന്ന് പഠിക്കട്ടെ. കല്യാണം ഉറപ്പിച്ച ഒരു ചെക്കനാണ് എൻ്റെ ഉപ്പ എന്തൊക്കെ കാട്ടിക്കൂട്ടി ഇല്ലാതാക്കിക്കണത്. ആ മെസ്സേജ് മോനെ ഈ കേട്ടതല്ലേ? ഇനി ഇറങ്ങിയിട്ടതായിക്കാരം പണി. അതിനുള്ള ഇട കൊടുക്കരുത്, അതവിടെ കിടക്കണം. ആ ഒരു വോയിസ് മെസ്സേജ് അടക്കം ആ കുട്ടി കൊണ്ടുവന്ന് സ്റ്റേഷനിൽ പോലീസിന് കാണിച്ചു കൊടുത്ത് ഒക്കെ ചെയ്തിക്കണ്. എന്നാലും മറ്റേ ആൾക്കാരുണ്ടാവും, ഉപ്പാൻ്റെ ആൾക്കാർ, പണമെറിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഓരോയാണ് പേടി. ഓലാണ് ഉപ്പാനെ കേടുവരുത്തുന്നത്. എന്തിനും പണം മുന്നിക്കുണ്ടല്ലോ, അതുകൊണ്ടാണ് കുറേ തെറ്റുകൾ ചെയ്യണേ. കുറച്ചൊക്കെ കണ്ട് ഇല്ലാതായി പോകണം, എന്നെങ്കിൽ തന്നെ ഇതെന്തെങ്കിലുമൊക്കെ ആവുള്ളൂന്ന്. എന്തായാലും എൻ്റെ പൊന്നു മോനെ, ഇനി ഒരിക്കലും എൻ്റെ ബാപ്പാൻ്റെ മുഖം നമ്മൾ കാണൂലട്ടോ. ഞമ്മക്കിത് ഇഷ്ടമില്ല, മടുത്തുക്കണ്, ഒരുപാട് സഹിച്ചിക്കണ്. ഇനി എന്നെക്കൊണ്ട് കഴിയൂല. ഇനി ഒരിക്കലും എൻ്റെ ബാപ്പാനെ എൻ്റെ കൺമുമ്പേക്ക് പഠിച്ചു എത്തിക്കാതിരിക്കട്ടെ. ഉമ്മ, നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ ഉമ്മാൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. എൻ്റെ ഉമ്മ സുഖമായി സ്വസ്ഥമായി ജീവിച്ചോളും. എൻ്റെ ഉമ്മയുടെ കൂടെ ഞാനുണ്ടാകും. പോരെ മോനെ, മതിയടാ, എൻ്റെ കുട്ടി എന്നെ നോക്കിയാൽ മതി, എനിക്ക് വേറൊന്നും വേണ്ട. എൻ്റെ ഉപ്പാക്ക് പലരും ഉണ്ടാവുമല്ലോ, എന്നെ തന്നെ വേണമെന്നില്ലല്ലോ. എത്രയോ പെണ്ണുങ്ങളെ എൻ്റെ ഉപ്പാക്ക് കിട്ടും. നമ്മളൊക്കെ പുല്ല് വിലയാണ്. ഉമ്മ, ഷിഫ ഒന്നും കേൾക്കണ്ട ഉപ്പയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്. മോനെ, ഓള് കുറച്ച് അപ്പുറത്താണ്. അവളെ മുമ്പൊന്ന് ഒന്നും പറയണ്ട. നമ്മളെ ഫാമിലിനെ കുറിച്ച് അവൾക്ക് എന്തെങ്കിലുമൊക്കെ അവൾ വിചാരിക്കും. അത് കുറേയൊക്കെ അവൾക്ക് മനസ്സിലേക്കണടാ. എന്തപ്പോൾ ചെയ്യുക, ഓരോരുത്തരും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ. ഉമ്മ, എന്നാൽ ഉമ്മാൻ്റെ കുട്ടി നാളെ തന്നെ എത്തിട്ടോ. ഉമ്മ, ആ ലൊക്കേഷൻ ഒന്ന് വിടണം. അത് വിട്ടാൽ എനിക്ക് നേരെ അങ്ങോട്ട് വരാമായിരുന്നു. അത് ഞാൻ ഷിഫയോട് പറഞ്ഞോളാം കേട്ടോ. ഇൻഷാ അല്ലാ. എന്നാ മോനെ ശരി. മോളെ ഷിഫ. എന്തോ ഉമ്മ? അതെ, മോന് നാളെ വരുന്നുണ്ട്. അപ്പോൾ നിന്നോട് ലൊക്കേഷൻ ഒന്ന് വിട്ടുതരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓനക്ക് നേരെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടേ. ഞാൻ അല്ലാത്ത വീട്ടിലേക്ക് ഓൻ കയറി പോകില്ലല്ലോ. ഓനെ എന്തായാലും എൻ്റെ കുട്ടി ഒന്ന് വിട്ടു കൊടുക്കട്ടോ. ഓക്കെ ഉമ്മ. ശരിക്കും പറഞ്ഞാൽ അസ്കർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഷിഫക്ക് ശരിക്കും ഒരു നാണുണ്ടായിരുന്നു. കാരണം അറിയാത്തൊരാളാണ്, ഒരുപാട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ ഉമ്മയുടെ അടുക്കിലേക്ക് പഴയ പോലെ ഓടി വരാൻ പറ്റില്ല. അസ്കർക്ക് ഉണ്ടാവൂലേ? മോളെ, അതിനെന്താടി, എൻ്റെ കുട്ടീനെ കുറിച്ച് എനിക്ക് അറിയായിട്ടാണ്. എൻ്റെ മോൻ നല്ല മോനാണെടി. അതിനെന്താ, എനിക്കെന്തായാലും ഇപ്പോൾ സന്തോഷമായി, റാഹത്തായി. പഠിച്ച റബ്ബേ, എൻ്റെ ഈ ഷിഫ മോൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഒരുപാട് സഹായമായി റബ്ബേ. അവൾക്ക് നീ നല്ല പ്രതിഫലം നീ കൊടുക്ക് റബ്ബേ. ഉമ്മ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഷിഫ അതാ ഉമ്മയോട് പറഞ്ഞ് ഇറങ്ങുന്നു. അവൾ നേരെ അവളുടെ വീട്ടിലേക്ക് അവൾ പോകുന്നത് നോക്കി നിൽക്കുകയാണ് അസ്കറിൻ്റെ ഉമ്മ. അസ്കറിൻ്റെ ഉമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ഓരോ ചിന്തകൾ വരുന്നു.
പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടി കല്യാണപ്രായമൊക്കെ അയക്കണല്ലോ. എൻ്റെ മോന് ഓനക്കും വേണമല്ലോ ഒരു പെണ്ണൊക്കെ. ആ ഉമ്മ എന്തൊക്കെയോ അവിടെ നിന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.